എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റാണ്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരറിയാലോ, അമൃതം നുകരം. ഇതിൽ 4 പാഠഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ അടുക്കളയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്സ്, ബേസിക് സയൻസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ചട്ടിപ്പത്തിരിയുടെ വിശേഷങ്ങൾ നോക്കാം. കോഴിക്കോട്ടെ കുറ്റിച്ചിറ എന്ന പ്രദേശത്ത് മുസ്ലിം കൂട്ടുകുടുംബങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കിയിട്ട് രചിച്ച നോവലാണ് സുൽത്താൻ വീട്. അതിൻ്റെ രചയിതാവ് PA മുഹമ്മദ് കോയയാണ്. അപ്പോൾ കോഴിക്കോട് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള നല്ലൊരു സ്വീറ്റ് മധുര പലഹാരമാണ് ചട്ടിപ്പത്തിരി. അപ്പോൾ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു വിവരണമാണ് ഈ പാഠഭാഗത്തുള്ളത്. അടുക്കളയിൽ സ്ത്രീകൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് വായനക്കാർ വിയർത്തു കുളിക്കുന്ന ഒരു വായനാനുഭവം ഉള്ള ഒരു നോവൽ ഭാഗമാണ്. അപ്പോൾ PA മുഹമ്മദിൻ്റേതാണ് രചന. അതേപോലെ തന്നെ ധാരാളം സമയം എടുത്തിട്ടാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ ബിച്ചൈഷേയി. അപ്പോൾ അവരുടെ പെൺമക്കളാണ് കൽമേയി, ബീരാമ്പി, പിന്നെ കൽമേയിയുടെ മകള് കച്ചേയി. ഇത്രയും ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പോൾ അവർ അതീവ ശ്രദ്ധയോടെ വളരെയധികം സമയമെടുത്ത് മറ്റാർക്കോ നൽകാനുള്ളതിനാൽ ഏറ്റവും മികച്ചതാക്കാൻ, ഏറ്റവും ആസ്വാദ്യം രുചിയൂറും വിഭവമാക്കാൻ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഴയകാല പാചക രീതികളും അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷ, ചരിത്രം, സാമൂഹിക ജീവിതം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു നോവലിൻ്റെ ഭാഗമാണ് ചട്ടിപ്പത്തിരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. ഇതിൽ ആ ഒരു കാലഘട്ടത്തിലെ ഭാഷകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് പ്രവർത്തനമുണ്ട്, അതും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിർമ പിയാപ്ല വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. അപ്പോൾ അതിർമാൻ പിയാപ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്നാണ് അർത്ഥം. അപ്പോൾ വൈകുന്നേരം തന്നെ സാമാനം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഒക്കെ വരുത്തിച്ചു. വരുത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ എന്താ ഉണ്ടാക്കുന്നത്? ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ്. ഓക്കെ, വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടോ നോക്കി. കാരണം എന്താണ്? ഒരുപാട് കുട്ടികളുണ്ട് ആ വീട്ടിൽ. അപ്പം കുറ്റിച്ചിറ എന്ന പ്രദേശം എന്ന് പറയുന്നത് അവിടെ കൂട്ടുകുടുംബമാണ്. ഒരു വീട്ടിൽ തന്നെ ഒരു 4-5 കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, അതിലധികവും ഉണ്ടാവാം. അപ്പോൾ ഒരുപാട് കുട്ടികളുള്ള വീടായതിനാൽ കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ച് എല്ലാം എണ്ണിത്തിട്ടപ്പെടുകയാണ്. പുര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? വീട്. 2 റാത്തൽ ഗോതമ്പ് പൊടി. 2 റാത്തൽ ഗോതമ്പ് പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗോതമ്പ് പൊടിയാണ് കേട്ടോ. റാത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു അളവിൻ്റെ പേരാണ് റാത്തൽ, ഗോതമ്പൊടി. 30 കോഴിമുട്ട, 1/2 റാത്തൽ വെള്ള കിസ്മിസ്, ഇത്രയൊക്കെയാണ്. 1/2 റാത്തൽ കസ്കസ്, 1/4 കാത്തൽ ബദാം, 1/2 റാത്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 ഉറുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീർ, എല്ലാം കണക്ക് പോലെ ഉണ്ട്. അപ്പോൾ അളവ് തൂക്കുക, അതായത് നമ്മൾ 250 ഗ്രാം, 100 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരു റാത്തൽ എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ട്? 500 ഗ്രാം ഉണ്ട്. 500ൻ്റെ അത്ര ഉണ്ടാവില്ല, 450 ഗ്രാമോളം വരുന്നതാണ് ഒരു റാത്തൽ. അപ്പോൾ 2 റാത്തൽ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 കിലോഗ്രാമിൻ്റെ അടുത്ത്. 1/2 റാത്തൽ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 250 ഗ്രാം. അങ്ങനെയാണ് കണക്ക് പോകുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു കണക്കിൻ്റെ നമ്മൾ ഗ്രാം, കിലോഗ്രാം എന്നൊക്കെ പറയുന്നതിനാണ് റാത്തൽ എന്ന് പറയുന്നത്. ഇനി വേണ്ടത് 1/4 സേർ പാലാണ്. സേർ എന്ന് പറഞ്ഞാൽ ഒരു അളവിനാണ്. ഒരു സേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ട് ഒരു ടിന്ന് പോലെയുള്ള ഒരു സംഭവമാണ്. ആ സേർ എന്ന് പറഞ്ഞാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരളവുകോലാണ്. അതൊരു എന്താ പറയുക, ഒരു
ഒരു ഡബ്ബ പോലെയാണ് ഉണ്ടായത്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡബ്ബ പോലെയാണ് ആ സേറ് കാണുക. ഓക്കെ, ഇനി വേണ്ടത് കാൽസ്യ നേരത്തെ വാങ്ങി വെച്ച തെരത്ത് പോകും. തെരത്ത് പോകും എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിഞ്ഞു പോകും എന്നാണ്. അതിനാണ് തെരത്ത് പോകും എന്ന് പറയുന്നത്. പക്കീർച്ചി താത്ത പയ്യും പാല് കൊണ്ടുവന്നോ? ബിച്ചേഷ് താത്ത ചോദിച്ചു. അപ്പോൾ പക്കീർച്ചി താത്ത എന്ന് പറയുന്നത് ഒരു താത്തയുടെ പേരാണ്. ഒരു താത്തയുടെ പേരാണ്. പയ്യും പാല് കൊണ്ടുവന്നാന്ന് വെച്ചാൽ, പയ്യും പാല് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാല്. പയ്യെന്ന് പറഞ്ഞാൽ എന്താണ്? പശുവാണ് കേട്ടോ. പയ്യെന്ന് പറഞ്ഞാൽ എന്താണ്? പശുവാണ്. പശുവിനാണ് പയ്യെന്ന് പറയുന്നത്. ഓക്കെ, കൊണ്ടുവന്നോ? കൊണ്ടുവന്നോ? ബിച്ചേഷ് താത്ത ചോദിച്ചു. ഇതാണ് ചട്ടിപ്പത്തിരി. ഇതാണ് ചട്ടിപ്പത്തിരി. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു മധുര പലഹാരമാണ്. അതായത് മൈദയുടെ ഗോതമ്പ് പൊടിയൊക്കെ പത്തിരി വരച്ച് അടുക്കുകളായിട്ട് വെക്കുന്നത്. അത് മുറിച്ചാൽ ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കോഴിമുട്ട ഉണ്ട്, അതേ കിസ്മിസ്, അണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സംഭവമാണിത്. എപ്പം മൂപ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നുള്ള അർത്ഥമാണ് മൂപ്പത്തി എപ്പം കൊണ്ടാന്നിക്കണേ? ഞാൻ ഉറിമൽ മൂടി വെച്ചേക്കണ്. കൽമേയി പറഞ്ഞു. മൂപ്പത്തി എപ്പം കൊണ്ടുവന്നിക്കണ? എപ്പോഴോ കൊണ്ടുവന്നിട്ടുണ്ട്. മൂപ്പത്തി എന്ന് പറഞ്ഞാൽ അവർ എന്നുള്ള അർത്ഥമാണ്. ഞാൻ ഉറിമൽ മൂടി വെച്ചിക്കണ്. ഞാൻ ഉറിയിൽ മൂടി വെച്ചിട്ടുണ്ട് എന്ന് ആര് പറയാണ്? കൽമേയി പറയാണ്. കൽമേയി പാലും അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു. വിജയ് ചേട്ടതക്ക് ഗോതമ്പ് പൊടിയെടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിന്നാണത്തിൽ ബദാം ഇട്ട് പൊതിരട്ടെ. അപ്പോൾ ബിച്ചേഷ് താത്ത എന്താണ് ചെയ്തത്? ഗോതമ്പൊടി എടുത്ത് മാവ് കുഴയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കൽമേയി ഒരു പിന്നാണത്തിലെടുത്ത് ബദാം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പൊതിരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുതിർത്ത് വെക്കുന്നതിനാണ് പൊതിരട്ടെ എന്ന് പറയുന്നത്. കുതിർക്കുക, അതിനാണ് പൊതിരട്ടെ എന്ന് പറയുന്നത്. ഓക്കെ, പാത്തുമ്മൈ താത്ത 30 കോഴിമുട്ട ഉടച്ച് സാനിൽ ചേർത്തു. സാൻ എന്ന് പറയുന്നത് ഒരു പാത്രമാണ് കേട്ടോ. സാനിൽ ചേർത്തു. ഒരു പരന്ന പാത്രമാണ് സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചാര പൊതി അഴിച്ച് കുറച്ച് പഞ്ചാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഉടച്ച മുട്ടയിലിട്ട് ഏലത്തിരിയും എടുത്തിട്ടു. അതാ പനിനീരിൻ്റെ കുപ്പി. ഇങ്ങോട്ടിടും മോളെ. കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു. ആസ തിരിക്കുന്ന മാതിരി വലതു കൈ ചലിപ്പിച്ച് മുട്ട ഉടച്ചത് അടിക്കാൻ തുടങ്ങി. അപ്പോൾ മുട്ട ഉടച്ച് വെച്ചത് എന്താണ്? അടിക്കാൻ തുടങ്ങി. ആസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കോല് എന്നൊക്കെ പറയുമല്ലോ, അതേപോലുള്ളൊരു ഉപകരണമാണ്. അത് ഉപയോഗിച്ച് എന്താണ്? മുട്ട ഉടച്ച് അടിക്കാൻ തുടങ്ങി. മോളെ, അതാ മാവ് കുഴച്ചത്. എല്ലാം കൂടി 20 തോല് പരത്തിക്കോളേ. അപ്പം മാവ് കുഴച്ചു. ഇനി 20 തോല് എന്ത് പരത്തിക്കൊള്ളാനാണ് പറഞ്ഞത്? 20 തോല് അതായത് പത്തിരി പോലെ പരത്തിക്കോളാനാണ് പറഞ്ഞത്. കൽമേയി ഇരുന്നു. അനുജത്തി ബീരാമ്പി ഇരുന്നു. കൽമേയുടെ മൂത്ത മോൾ കച്ചേയും ഇരുന്നു. അപ്പോൾ അവിടെ കൽമേയും, അതായത് ബിച്ചേഷ് താത്തൻ്റെ മക്കളാണ് കൽമേയും ബീരാമ്പിയും. അതേപോലെ കൽമേയുടെ മൂത്ത മോൾ കച്ചേയും ഇരുന്നു. ചെറിയ മുട്ടിപ്പലകകളിലാണ് ഇരുന്നത്. ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകൾ വലിച്ചിട്ടു. കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളായി ഉരുട്ടി. ഓരോന്നിനെയും വലിയ ആപ്പിളിൻ്റെ വലിപ്പമുണ്ട്. അപ്പോൾ അവരെല്ലാവരും 3 പേര് മുട്ടിപ്പലക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലക പണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മുട്ടിപ്പലക. കനമുള്ളൊരു മരപ്പലകയാണ്. അതെടുത്ത് അവരിരുന്ന് എന്നിട്ട് പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലക. അപ്പോൾ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകയിലാണ്. അപ്പോൾ ഓരോരുത്തരും എന്താണ്? ആപ്പിളിൻ്റെ വലുപ്പമുള്ള ഉരുളകളാക്കി. അങ്ങനത്തെ 20 ഉരുളകളാക്കി. പത്തിരി കുഴലൊക്കെ തുടച്ച് ഉരുളകളെ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി. അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു. ഇത് കുഴലിന്മേൽ ഒട്ടിപ്പിടിക്കണം. കുറച്ച് പൊടി വേണം. അപ്പോൾ ഇത് കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പത്തിരി പരത്താൻ ഉപയോഗിക്കുന്ന കുഴൽ. അത് ഒട്ടിപ്പിടിക്കുന്നത് എല്ലാം കൂടി പൊടി ഒട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് പൊടി വേണം എന്ന് പറഞ്ഞാൽ കുറച്ച് പൊടി കൂടി വേണം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കി കൊടുത്തു. ബീരാമ്പി പൊടി എടുത്ത് പലകമേലും കുഴലുമേലും ഒന്ന് പൂശി. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടുപ്പില്ല. കച്ചയും അത് തന്നെ ചെയ്തു. അപ്പോൾ ബീരാമ്പി പൊടിയെടുത്ത് കൊടുത്തു. അപ്പോൾ പലകമേലും കുഴലും ഒക്കെ അവർ കുറച്ച് പൊടി വിതറി. അപ്പോൾ എന്താണ്? എന്നിട്ട് പരത്തി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. വിജയ് താത്ത പറഞ്ഞു, 3 നാൾ പരത്താൻ ഇരുന്നാൽ ശരിയാവില്ല. ഓളും അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ.
ഇപ്പോൾ വിജയിസ്ഥാത്ത വന്നിട്ട് എന്താ പറയുക, ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ പരത്തിയിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒരാൾ അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനില്ല, അത് ഒരാളെടുത്ത് അത് ചുട്ടെടുക്കട്ടെ എന്നാണ് പറയുന്നത്. ബാട്ടി എന്ന് പറഞ്ഞാൽ വാട്ടിയെടുക്കട്ടെ എന്ന്. എന്നിട്ടൊന്ന് പരത്തി നോക്കി വാട്ടിയെടുക്കുക. ഓക്കെ. ആന ചെവി വലുപ്പത്തിൽ നേർമയിൽ പരത്തി ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമയെ ചോദിച്ചു, വലിപ്പം ഇത് മതിയോ? വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പം ഇത്ര മതിയോ, വലിപ്പം എന്ന് വട്ടം ഇത്ര മതിയോ എന്നാണ് ചോദിക്കുന്നത്. വിശേഷത നോക്കിയിട്ട് പറഞ്ഞു, ചെനമ്പം കൂടി വലുപ്പം ഇരുന്നോട്ടെ. ചെനമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി വലുപ്പം വേണം എന്ന് പറയാം. വലിയ ചട്ടിപ്പത്തിരി അല്ലേ, അപ്പം വലിയ ചട്ടിപ്പത്തിരി അല്ലേ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പലക നിറയൽ തന്നെ കണക്ക്. അല്ല, ആ ചെമ്പ് ഇങ്ങോട്ട് നീക്കി. കൽമേയി വട്ട് ചെമ്പ് നീക്കി കൊടുത്തു. അപ്പോൾ ചെമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രമാണ്, ആ ചെമ്പ് ഇങ്ങോട്ട് നീക്കുമെന്ന് പറയാണ്. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്തെ വെച്ച് വിച്ചേഷ് താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ട്. എന്നിട്ട് പറഞ്ഞു, നെയ്യ് ഇങ്ങോട്ടെടുക്ക്, കസ്കസ് പൊരിയുന്നുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വാങ്ങി വെച്ചു. കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു. കരിഞ്ഞു പോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. ബേജാറ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷമത്തോടെ, അതായത് ഇങ്ങനെ കൂടുതൽ പൊരിഞ്ഞു പോയോയെന്ന് വെച്ച് ബേജാറായോന്ന് വെച്ചാൽ വിഷമം. പിന്നെ അതിനോട് ബേജാറോട് ചോദിക്കുകയാണ്, എന്താ കൂടിപ്പോയോ, കരിഞ്ഞു പോയോ? ബീരാമ്പി എണീറ്റ് കയ്യിൽ കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കൊത്തി നോക്കി. ഇല്ല, കണക്കാണ്. അപ്പോൾ കയ്യിൽ കണ എന്ന് പറഞ്ഞാൽ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് കിസ്മിസിൽ കുത്തി നോക്കിയപ്പം പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, ശരിയാണെന്ന് പറഞ്ഞില്ല, കണക്കാണ്, ശരിയാണ്. സമാധാനം. വിജയ് താത്ത പിന്നാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദാം എടുത്ത് തോലിരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? പഞ്ചാര എന്ന് പറഞ്ഞാൽ പാലും പഞ്ചസാരയും കലക്കിയോ എന്നാണ് ചോദിക്കുകയാണ്. കൽമയെ വിരൽ കടിച്ചു. ഞാനത് മരിച്ച പോലെ മറന്നുപോയി, അതായത് ഞാൻ ആകെ മറന്നുപോയി എന്നാണ് പറയുന്നത്. നല്ല മറതി എന്ന് പറഞ്ഞാൽ എന്താ, മറവി. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കേണ്ടേ, നിങ്ങൾക്കൊക്കെ അത് പഠിക്കേണ്ടേ, അല്ലേ ഞാൻ തന്നെ ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാവുമോ? നിങ്ങൾക്കും ഇതൊക്കെ പഠിക്കേണ്ടേ, എല്ലാ കാലത്തും നിങ്ങൾക്ക് ചുട്ടു തരാൻ ഞാൻ ഉണ്ടാവുമോ എന്നാണ് വിജയ് താത്ത ചോദിക്കുന്നത്. വിജയ് താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിയിൽ വെച്ചു. അപ്പോൾ പശുവിൻ പാലെടുത്ത് നിന്നിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് വേറൊരു വലിയ പാത്രത്തിൽ ഒഴിച്ചു. വാട്ടിയ തോലൊക്കെ ഇതിലിട്ട് പദം വരട്ടെ. അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോല പരത്തിയത് ഇക്കണക്കിന് ഇതാവാം മോന്തിയാവുമല്ലോ. അപ്പോൾ ഇതിലൊരുപാട് കോഴിക്കോടൻ ഭാഷകളുണ്ട്. ബാട്ടിയ തോലൊക്കെ ഇതിടും. ബാട്ടിയ എന്ന് പറഞ്ഞാൽ വാട്ടിയ. ഇതിന് പദം വരട്ടെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആവട്ടെ എന്നാണ് പറയുന്നത്. പദം വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആവട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, പദം വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മൃദു ആവട്ടെ എന്നാണ് പറയുന്നത്. അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോലാണ് പരുതിയത്. ഇക്കണക്കിന് ഇതാവാം മോന്തി ആവുമല്ലോ. മോന്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സന്ധ്യ ആവുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആണെച്ചാൽ സന്ധ്യ ആവുമല്ലോ. ഓക്കെ. ഇല്ലമ്മ, ഇപ്പം പരത്തി തരാം. അതൊന്നും ആവൂലമ്മ, ഇപ്പം പരത്തി തരാം. അവർ പണിക്ക് വേഗം കൂട്ടി. അടുപ്പ് പോണേ, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ വിജയ് താത്ത പറഞ്ഞു. അപ്പോൾ അടുപ്പിൽ ചെമ്പെടുത്ത് വെക്കാൻ പറയാണ്. നെയ്യ് പൊരിച്ചെടുത്ത വെള്ള കസും കിസ്മിസും ബദാം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റി വെച്ചു. വല്യമ്മ, കോളായോ എന്ന് വെച്ചാൽ പലഹാരമായോ എന്ന്. വല്യമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ അമ്മ. പലഹാര. കൽമയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു. അപ്പോൾ കൽമയുടെ മകൻ ചോദിക്കുകയാണ്, അമ്മമ്മ, അതായത് മുത്തശ്ശിയെ കോളായെന്ന് വെച്ചാൽ പലഹാരമായ. എത്തിയോ? ആളെ തലപ്പിരാന്ത് എടുപ്പിച്ചുകൊണ്ട് അപ്പുറം പോയിരുന്നാട്ടെ. എത്തിയ തലപ്പിരാന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആളെ അങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ എന്നാണ് പറയുന്നത്. തലപ്പിരാന്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, നീ അപ്പുറം പോയിരിക്കും എന്ന് പറയാണ്. ഇത് നിങ്ങൾക്കൊന്ന് തിന്നാനല്ല, ഒരുത്തിയിൽ കൊടുക്കാനാണ്. ഇത് നിങ്ങൾക്കൊന്ന് തിന്നാനല്ല, വേറെ ഒരുത്തിയിൽ കൊടുക്കാനെന്നാണ്, ഒരു സ്ഥലത്ത് കൊടുക്കുവാനാണുള്ളത്. അപ്പം നമ്മക്കില്ല അല്ലേ, അപ്പം ഞങ്ങൾക്കില്ലേ ചോദിക്കുകയാണ്. വിജയ് താത്തക്ക് ഈറയാണ് പിടിച്ചത്. അപ്പോൾ ദേഷ്യം വന്നു. ഈറ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ല, അല്ലേ പിന്നെ ഇതുവരെ നീ ചട്ടിപ്പത്തിരി തിന്നിയില്ലേ, പിന്നെന്താ ചോദിക്കുന്നതെന്ന് ചോദിക്കാം. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷ്ണം പദവും കടിച്ച് അബു പോയി. കൽമയെ കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. നെയ്യൊരുക്കിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയായത് ശേഷിച്ച് മുഴുവൻ കോരിയെടുത്ത് ഒരു തകര പാട്ടയിലേക്ക് പകർന്നു ചെമ്പ് താഴെ ഇറക്കി വെച്ചു.
20 തോലും പരത്തി കഴിക്കുമ്പോഴേക്ക് മണിക്കൂർ 3-4 കഴിഞ്ഞിരുന്നു. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദം എടുത്ത് ഉസ്മാൻ വായിലിട്ടു. നിശ്ചയിച്ച് താത്ത അവനെ ഒരു നോട്ടം നോക്കി. നിങ്ങളെല്ലാവരും കൂടി പണിയെടുക്കാമെന്ന് പണി തീരൂല. ഒരു കണ്ടം ബദം എടുത്തില്ലേ, ഇനി അപ്പുറം പോയി കളിച്ചോളി. നിങ്ങളെല്ലാവരും കൂടി ഇവിടെ പണിയെടുക്കാൻ വന്നാൽ ഇവിടെ പണി തീരൂല. നിങ്ങൾ ഒരു കഷ്ണം, കണ്ടെന്ന് പറഞ്ഞാൽ കഷ്ണം ബദാം എടുത്തല്ലോ, ഇനി അപ്പുറം പോയി നിങ്ങൾ കളിച്ചോളൂ എന്ന് പറയാണ്. വേറൊരുത്തൻ ചോദിച്ചു, ഒരു കണ്ടം കിസ്മിസ് മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവരും എണ്ണീറ്റ് പത്തിരിപ്പലകൾ മാറ്റി വെച്ചപ്പോൾ ബിച്ചായിസ്തേത്ത് ചോദിച്ചു, 20 തോല് തികച്ചും ഇല്ലേ? തികച്ചെന്ന് വെച്ചാൽ മുഴുവൻ എന്നാണ് അർത്ഥം. തികച്ചുമില്ലേ? അവർ ഒരിക്കൽ കൂടി ഉണ്ട്. ഇനി കയ്യാക്കത്തിന് ഓളിവിടെ നിന്നാൽ മതി, കൈസഹായത്തിന് ഇവിടെ നിന്നാൽ മതി എന്ന് പറയണം. ഇന്നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി. കൽമയിൽ നിന്നു മറ്റ് 2 പേർ അടുക്കളയിൽ നിന്ന് പോയി. ബിച്ചായിസ്താത്ത പാലിൽ പദം വരാനിട്ട വാട്ടിയ 2 തോലുകൾ ഒന്നിനു മുകളിലോ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു. പണ്ടം ഇങ്ങോട്ടെടുക്ക്. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമയെ എടുത്തു നീട്ടി. അട്ടിയായി വെച്ച് 2 തോലിൻ്റെ മീതെ മൂപ്പത്തി കുറച്ചു പണ്ടം വിതറി. പണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല, ആ കോഴിമുട്ടയൊക്കെ ആ മിക്സിനാണ് പണ്ടം എന്ന് പറയുന്നത്. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിന്മേൽ പാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിക്കുക. ചാനും ചെരിഞ്ഞും നോക്കി മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ. അതിനു മീതെ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വെച്ചത്. അതിനും മീതെയും പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. പഠിച്ചോനെ ഇത് നന്നാകണേ, ആളെ കൊണ്ട് പറയിക്കരുതേ. ഇപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇതൊക്കെ നല്ല രീതിയിലാവണേ, ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ആൾ കുറ്റം പറയരുതേ എന്നാണ് പറയുന്നത്. ആയോ? ഏതോ കുട്ടി അടുക്കള വാതിൽ നിന്ന് ചോദിച്ചു. ബിച്ചായിസ്താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. അപ്പോൾ ആരോ വന്നേ ആയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും ബിച്ചായിസ്താത്ത കേൾക്കുന്നില്ല. കാരണം എന്താണ്? കണ്ണും കൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം ഒക്കെ എന്താണ്? ഈ ചട്ടിപ്പത്തിരിനെ നോക്കിയിരിക്കുകയാണ്, ഇത് നന്നാവുമോ, അത് നന്നായി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വിയർപ്പിലൊട്ടി. നെറ്റിയുടെ 2 അറ്റങ്ങളിലും പണങ്ങിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്ത് മാത്രം വട്ടം വിട്ടു പറക്കുന്നു. നന്നായാൽ മതി റബ്ബേ. ബിച്ചായിസ്താത്ത ആദ്യം ചെയ്തത് തന്നെ ആവർത്തിക്കുന്നു. 4ാമത്തെ തോല് വെച്ചു. എല്ലാം ക്രമം അനുസരിച്ച് നടക്കുന്നു. 19ാമത്തെ തോലാണ്. അങ്ങനെ തോലുകൾ ഓരോന്നായി വെച്ച് പിന്നെ 19ാമത്തെ തോല് വെച്ച് 20 തികയുന്നു. നിവർന്നു നിന്ന് നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20ാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി. ചാനും ചെരിഞ്ഞും നോക്കി. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്ന് എല്ലാ ഭാഗത്തും ഒഴിച്ച് സമമാകുന്നു. 31 നിവർന്ന് കൈ കുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. എന്നിട്ട് ബിസ്മില്ലാ. വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. അടുപ്പിലെ ചകിരി തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. പുതിയ ചകിരിയും ഇട്ടു. അടുപ്പിലെ തീ ഒന്ന് ഉള്ളോട്ട് തള്ളി. മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. ബറാബർ എന്ന് പറഞ്ഞാൽ തുല്യം എന്ന് പറഞ്ഞാൽ സമം എന്നുള്ള അർത്ഥമാണ്. റബ്ബേ, ഇത് നന്നാകണേ. നെറ്റി ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. നന്നാവോ മോളെ? ഒരു വായ്ക്ക് ബത്തിലെടുക്കുക. വായ്ക്ക് എന്ന് പറഞ്ഞാൽ വായക്ക്, ബത്തിലെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റിലയും അടയ്ക്കയും ഒന്ന് മുറുക്കാൻ. ഇനി ഒന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃതി. അപ്പോൾ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി അത് കഴിച്ചൊരു അനുഭവമല്ല നമുക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വായിക്കാൻ പറയാം. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ഏതെല്ലാമാണവ? അപ്പോൾ നമ്മൾ കുറേ ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണത്? മുട്ടിപ്പല, വട്ടപ്പല, പത്തിരിക്കുഴൽ, കയ്യിൽ ഉറി ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. പലതരത്തിലുള്ള പാത്രങ്ങളായ പിന്നാണം, സാനി, ചെമ്പ്, കാസ, വട്ടച്ചെമ്പ്, മൂടി, തകരപ്പാട്ട് ഇവയും ഉപയോഗിക്കുന്നു. അടുത്തത്, ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണം എന്ത്?
അബ്ദുറഹ്മാൻ പിയാപ്പിള ചട്ടിപ്പത്തിരിക്കുള്ള സാധനങ്ങളൊക്കെ വരുത്തിച്ചു. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കി വെച്ചു. കാരണം ഏറെ കുട്ടികളുള്ള പുരയായതിനാൽ കുട്ടികൾ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്താണ്? പാലും പഞ്ചാരയും കലക്കി വെച്ചു എന്ന് വിജയിസ്ഥാത മകളായ കൽമേയോട് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത്. ചെയ്യേണ്ട കാര്യം തീരെ ഓർക്കാത്ത വിധം മറന്നുപോയി എന്നാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയിലുണ്ടാകില്ല, അതുപോലെയാണ് തൻ്റെ മറവി എന്നാണ് കൽമേയി പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല, പിന്നെ ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എപ്പോൾ? കൽമയുടെ മകനാണ് അബു. അബു വന്ന് അവനും കൂടെ ചട്ടിപ്പത്തിരി വേണമെന്ന് പറഞ്ഞു. ചട്ടിപ്പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ബിച്ചായി താത്തയ്ക്ക് ദേഷ്യം വന്നു. അവരാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം. ബിച്ചായി താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരച്ചയും കേട്ടില്ല. എന്താവും കാരണം? മറ്റൊന്നിലേക്കും തൻ്റെ ശ്രദ്ധ തിരിക്കാതെ കണ്ണും മനസ്സും ചട്ടിപ്പത്തിരി നന്നാവാനുള്ള ശ്രമത്തിൽ ചട്ടിപ്പത്തിരിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ചട്ടിപ്പത്തിരി നല്ല ഉഷാറോടെ ഉണ്ടാവണമെന്നും അതിനൊരു രുചികുറവും വരരുത് എന്നും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു കുട്ടി അടുക്കള പുറത്ത് നിന്ന് വന്ന് പത്തിരി വെന്തോ എന്ന് ചോദിച്ചത്. അവരതൊന്നും കേട്ടില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ ചട്ടിപ്പത്തിരിയുടെ ചെമ്പിലായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. പലഹാരങ്ങളുടെ താജ് പണിത് ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? വളരെയധികം പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടിയാണ് ബിച്ചായി താത്ത ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അത് ഉദ്ദേശിച്ച പോലെ നന്നാവണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. വട്ടച്ചെമ്പിൽ വെച്ച ചട്ടിപ്പത്തിരി ബിച്ചായി താത്ത ഉദ്ദേശിച്ചതുപോലെ പാകമായി എന്ന് ബോധ്യമായി. അതാണ് അവർക്ക് ആശ്വാസം തോന്നിയത്. താജ്മഹൽ പണിയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ശ്രദ്ധ പോലെയാണ് ഈ ചട്ടിപ്പത്തിരി വട്ടച്ചെമ്പിൽ ഓരോന്നായി 20 എണ്ണം അടുക്കി ഉയർത്തി വെച്ചത്. ബിച്ചായി താത്തയെ സംബന്ധിച്ചിടത്തോളം അത് താജ് പണിയുന്ന അധ്വാനം തന്നെയായിരുന്നു. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട വേറെയും ചോദ്യങ്ങളുണ്ട്, നോക്കാം. നാടൻ പദങ്ങളും പ്രയോഗങ്ങളും. റാത്തൽ, സേറ്, പൊതിരുക, തെരഞ്ഞു പോകുക, മറതി, ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്. പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. പാർന്നു, വാർന്നു, മറതി, മറവി, പയ്യുംപാല്, പശുവിൻ്റെ പാല്, ഉറിമൽ, ഉറിയിൽ, തെരഞ്ഞു പോവുക, വേഗം പോവുക, പൊതിരുക, കുതിരുക, കോള്, പലഹാരം, ഒരുത്തിയിൽ, ഒരിടത്ത്, കണ്ടം, കഷ്ണം, കയ്യാക്കം, സഹായം, കൽബ്, ഹൃദയം, ഇഞ്ഞി, നീ. നമുക്ക് അടുത്തത് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. താജ് പണിയുന്ന താത്ത. പലഹാരം കൊണ്ട് താജ് പണിയുന്ന ബിച്ചായി താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതുക. അപ്പോൾ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം തന്നെ സ്ഥലവും ഡേറ്റും എഴുതണം. അപ്പോൾ സ്ഥലവും തീയതി എഴുതാം. പ്രിയപ്പെട്ട അനു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ഞങ്ങൾക്കിവിടെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങി. കേരള പാഠാവിലെ ഒരു നോവലാണ് സുൽത്താൻ വീട്. അതിലെ പാഠഭാഗമാണ് ചട്ടിപ്പത്തിരി. അത് വായിച്ചപ്പോൾ തന്നെ അത് കഴിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. അതിലെ പ്രധാന കഥാപാത്രമാണ് ബിച്ചായി താത്ത. അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ സമർത്ഥയാണ്. സഹായികളായി മകളും മകളുടെ മകളും ഒക്കെ ഉണ്ടെങ്കിലും ചട്ടിപ്പത്തിരിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവരാണ്. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടിയാണ് അവർ ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. എന്തായാലും നീ ഇത് വായിച്ചു നോക്കണം, നിനക്ക് ഇഷ്ടപ്പെടും. നീ വന്നാൽ നമുക്ക് 2 പേർക്കും ചട്ടിപ്പത്തിരി കഴിക്കാൻ ഹോട്ടലിൽ പോകണം. നിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയ സുഹൃത്ത് മീനു. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഒരു സംവാദമാണ്. അടുക്കള ആരുടേതാണ്? എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇവിടെ ഇതൊക്കെ പഠിക്കേണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മയുണ്ടാവുക. ബിച്ചായി താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ആൺകുട്ടികൾക്കും ഇത് ബാധകമല്ലേ? അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയാകാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവം
അവതരിപ്പിക്കാനായി അടുക്കള ആരുടേത് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ സംവാദം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയും, അതിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു മോഡറേറ്ററാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സംവാദം സംഘടിപ്പിക്കുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് ഏകോപിച്ച് നടത്തുന്നതിന് ഒരു മോഡറേറ്റർ ഉണ്ടായിരിക്കണം. സംവാദത്തിൻ്റെ അവസാനം ഒരു പൊതു നിലപാടിൽ എത്തേണ്ടത് ആരാണ്? മോഡറേറ്ററാണ്. അപ്പോൾ മോഡറേറ്റർ പറയാണ്, അടുക്കള ആരുടേത് എന്ന വിഷയത്തിൻ്റെ സംവാദത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ എത്തിയ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, അടുക്കള ഒരു ലോകമായി ജീവിക്കുന്ന ബിച്ചായ് സേത്തിയാണ് എന്ന കഥാപാത്രമാണ് സുൽത്താൻ്റെ വീട് എന്ന നോവലിൽ നാം കാണുന്നത്. എല്ലാത്തിനും ഞാൻ തന്നെ ഓടിയെത്തണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല എന്നൊരു ഡയലോഗുണ്ട്. ഇത് വളരെ പ്രസക്തമാണ്. അടുക്കള പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ബാധകമാണ്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആദ്യത്തെ ആൾ ഈ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയണം, അതെങ്ങനെയാണ് ശരിയാവുക? ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ വീട്ടിലെ പുരുഷന്മാർ ജോലിക്ക് പോകേണ്ടേ, അല്ലാതെ അടുക്കളയിൽ അരി വേവില്ലല്ലോ. അടുക്കളയിൽ നിന്നാൽ അരി വേവില്ലല്ലോ. അതിനാൽ സ്ത്രീകൾ അടുക്കളയിലും പുരുഷന്മാർ പുറത്തുമാണ് ജോലി ചെയ്യേണ്ടതെന്ന് ഒരാൾ അഭിപ്രായം പറയുകയാണ്. അതായത് സംവാദത്തെ പ്രതികൂലിച്ച് പറയുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയുന്നത്, സ്ത്രീ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തലത്തിലും സമത്വം ഉണ്ടാകണം. ഇതിനർത്ഥം സ്ത്രീയും പുരുഷനും തുല്യ അവസരങ്ങളും അവകാശങ്ങളും ലഭിക്കണം. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുപരമായ എല്ലാ മേഖലകളിലും അവർക്ക് തുല്യ പരിഗണന ലഭിക്കണം എന്നതാണ്. അപ്പം ലാസ്റ്റ് ഇതൊരു ക്രോഡീകരണം നടത്തണം. ഓക്കെ, മോഡറേറ്ററാണ് അത് നടത്തേണ്ടത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ നിരവധിയായ അതിക്രമങ്ങളും അനീതികളും അനുഭവിച്ചും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നതിനെക്കുറിച്ച് ആർക്കും സംശയമുണ്ടാവില്ല. ഇന്ന് ലോകത്തെ പലയിടങ്ങളിലും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് തുല്യസ്ഥാനം ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അടുക്കള ആരുടേത് എന്ന സംവാദത്തിൽ. ഇതൊരു മാതൃകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇനി അഭിനയിക്കാം. നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുക. അപ്പോൾ അഭിനയത്തിലൂടെ അവതരിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് കഥാപാത്രങ്ങൾ വേണ്ടി വരും അല്ലേ. നാടകത്തിന് പേര് കൊടുക്കുക. അപ്പം എല്ലാവരുടെയും അടുക്കള അല്ലെങ്കിൽ അടുക്കള ആരുടേത് എന്നുള്ള ടൈറ്റിൽ കൊടുക്കാം. പിന്നെ കഥാപാത്രങ്ങളായിട്ട് വേണം അമ്മ വേണം, അച്ഛൻ വേണം, മകനും മകളും വേണം, മുത്തശ്ശിയും വേണം. ഓക്കെ, അങ്ങനെ അമ്മയുടെ ഡയലോഗും അച്ഛനൊക്കെ 3-4 ഡയലോഗൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു നാടകം അഭിനയിക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്തിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് അടുക്കള എന്ന പാഠഭാഗമാണ്. അതിലെല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. TP രാജീവിൻ്റെ അടുക്കള. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.